ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വെറുതെ യൂട്യൂബിൽ തമ്മിലും കാര്യങ്ങളും ഓരോ കാര്യങ്ങളിട്ട് നിങ്ങളെ ടെൻഷൻ അടിപ്പിച്ച് റീച്ച് കൂട്ടാൻ വേണ്ടി വന്നതല്ല. ചെറിയൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്ന അധികം സമയം കാര്യങ്ങളൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ അതിനുമ്പ് കാര്യം പറയട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പരീക്ഷേൻ്റെത് മാറിയതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ താഴെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ട് അതായത് ഞാൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങളോ, ഒന്ന് പരീക്ഷ നടത്തുന്ന ഒരു ടീമുണ്ട്, പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഒരു ടീമുണ്ട്. ഞാനതിൽ മെൻഷൻ ചെയ്ത് പരീക്ഷ ടഫായതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതുണ്ടോ എന്നുള്ളതിനെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്തത്. കാരണം പരീക്ഷ നടത്തുന്ന ടീം അത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങൾ അവർക്കുണ്ട് കേട്ടോ. അത് അവർ അഡ്രസ്സ് ചെയ്യണം. നമുക്കതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാനുള്ളത് ആകെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പല ഗ്രീവൻസ് പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വല്ല ഡൽഹി അടുത്തൊക്കെയാണെങ്കിൽ നമുക്ക് പോയിട്ട് SSCൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പോയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്കൊന്നും പറ്റാത്ത കാര്യത്തിൽ ആയതുകൊണ്ട് നമുക്കതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാൻ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്തതെന്ന് പറഞ്ഞാൽ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയതിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന രീതികൾ മാറിയതിൽ നമ്മൾ ടെൻഷൻ അടിക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തെയാണ് ഞാൻ അതിൽ അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ആദ്യം പറയുന്നത്, അല്ലാതെ ഇപ്പോൾ വന്ന പുതിയ ഏജൻസി നടത്തുന്ന എല്ലാ കൊള്ളരായ്മകളെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ആരും എടുക്കേണ്ട. ഞാൻ ആ ഒരു ഏരിയ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടില്ല. കാരണം അത് നമ്മൾ ഇവിടെ വെറുതെ അഡ്രസ്സ് ചെയ്ത് വെറുതെ നമ്മൾ ഇല്ല വീഡിയോ മൊത്തം ഇരുന്ന് കണ്ട് നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. ഇത്രേ ഉള്ളൂ. CGL പരീക്ഷേൻ്റെ ഡേറ്റ് മാറ്റുമോ? ഒരുപാട് പേര് ആൾക്കാർ പറയുന്ന കാര്യമാണ്, എന്തായാലും CGL പരീക്ഷ മാറ്റും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. നമുക്കറിയില്ല. ഞാൻ അന്നേ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞതാണ്, SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്താണോ വരുന്നത് അത് മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. അപ്പോൾ ഇന്ന് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാര്യം വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഇനി SSC പരീക്ഷ മാറൂല ഒന്നുമല്ല. അപ്പോൾ ഇതുവരെയുള്ള സിറ്റുവേഷൻ, ഇന്നിപ്പോൾ ഓഗസ്റ്റ് അല്ല, ജൂലൈ 7-ാം തീയതിയാണ്. ജൂലൈ 29-ാം തീയതിയാണ്. ഇന്നത്തെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. നാളെ എന്ത് സംഭവിക്കുന്നു എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അപ്പോൾ ഇന്ന് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആദ്യം ഞാൻ വേറെ കാര്യം പറയാം. 2025-26 ടെൻറ്റേറ്റീവ് കലണ്ടർ SSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു മിനിറ്റ്, അതൊന്ന് ആദ്യം എടുക്കട്ടെ കേട്ടോ. അതിൽ നമ്മൾ നോക്കിയേ, ഈ ഡേറ്റുകൾ നോക്കി, ഇത് ഈ വർഷത്തെ പരീക്ഷയുടെ കലണ്ടറാണ്. അതിൽ ആദ്യം പറഞ്ഞ സെലക്ഷൻ പോസ്റ്റ് ആയിരുന്നു, പറഞ്ഞ പോലെ തന്നെ ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 4 വരെയാണ്. പിന്നെ അടുത്ത് നടക്കാൻ പോകുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ സ്റ്റെനോഗ്രാഫറിൻ്റെ പരീക്ഷയാണ്, ഓഗസ്റ്റ് 6 മുതൽ 11 വരെ. അത് കഴിഞ്ഞാൽ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെ പരീക്ഷയുണ്ട് ഓഗസ്റ്റ് 12. അത് കഴിഞ്ഞ് വരുന്നതാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. നോക്കിയേ, ഓഗസ്റ്റ് 13 to 30 വരെ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കലണ്ടറാണ്, കുറേ മുമ്പ് വന്നിട്ടുള്ള കലണ്ടറാണ്. ഇന്ന് SSC പബ്ലിഷ് ചെയ്ത നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇന്ന് SSCയുടെ വന്നൊരു ന്യൂ എക്സാം ഷെഡ്യൂൾ, അതായത് എക്സാമിന് നടക്കാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ സെലക്ഷൻ പോസ്റ്റാണ്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന നമ്മൾ പറഞ്ഞ ആ ഒരു കലണ്ടർ ഓർഡറിൽ വരാനുള്ള രണ്ട് പരീക്ഷയാണ് സ്റ്റെനോഗ്രാഫർ, പിന്നെ ഏതാണ് കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേഷൻ. ഇത് വായിച്ചു നോക്കി. ഇമ്പോർട്ടൻറ്റ് നോട്ടീസ്: ദ കമ്മീഷൻ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് ഫോളോയിങ് എക്സാമിനേഷൻസ് ഇൻ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് 2025 ആസ് പെർ ദ ഗിവൺ ഷെഡ്യൂൾ പ്രകാരം ഈ രണ്ട് പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണ് നോക്കി. സ്റ്റെനോഗ്രാഫറിൻ്റെ പരീക്ഷ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കലണ്ടറിൽ ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് 6 to 19 ആയിരുന്നു. ഇതിൽ 6, 7, 8 തീയതികളെ നടത്തുക എന്ന് പറയുന്നുണ്ട്. പിന്നെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെ പരീക്ഷ 12 ഓഗസ്റ്റിൽ നടത്തുമെന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 13-ാം തീയതി മുതലാണ് CGL നടക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന പരീക്ഷ CGL ആണ്. ഈ പരീക്ഷ വരെ നടത്തുന്നുണ്ടെങ്കിൽ CGL-ഉം അവർ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ CGL പരീക്ഷ മാറ്റും എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബിലുള്ള വീഡിയോസ് മൊത്തം കണ്ടിങ്ങനെ ഇരുന്ന് സമയം കളയാതെ നമുക്ക് ചെയ്യാനുള്ളത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. പരീക്ഷ നടത്തുന്ന ഏജൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവരും ഗവൺമെൻറ്റും ബാക്കിയുള്ളവർക്കായിട്ട് തീർത്തോളും. നമുക്കതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാനുള്ളത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. നന്നായിട്ട് പഠിക്കുക, ചോദ്യത്തിൻ്റെ ലെവൽ കാര്യങ്ങളനുസരിച്ച് നന്നായിട്ട് പഠിക്കുക. ഏത് ടോപ്പിക്കായാലും നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റനൊക്കെ വരുന്നുണ്ട്, അത് കുറച്ച് കൂടുതൽ ചെയ്യുക. ആൻസർ കീ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ ആൻസർക്ക് എല്ലാം ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. നമുക്ക് പഠിക്കാം. അല്ലാതെ ഓരോ വീഡിയോ അവിടെ ഇവിടെയൊക്കെ കാണുന്നിടത്ത് എല്ലാം ഇരുന്ന് കണ്ട് നിങ്ങൾ അതിന് സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കതിന് സമയമില്ല. 29-ാം തീയതിയായി, 13-ാം തീയതി പരീക്ഷ എന്ന് പറഞ്ഞാൽ ആകെ 2 ആഴ്ച നമ്മുടെ മുമ്പിലുള്ളൂ കേട്ടോ. അപ്പോൾ പരീക്ഷ അവിടെ നടക്കും. നമ്മൾ എന്താ പറയുക, അതിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ നമ്മളതിൽ പോകും. ബാക്കിയുള്ളവർ പഠിച്ച് ജോലിയും കൊണ്ട് അവർ പോകുമ്പോഴും നമ്മൾ ഈ വീഡിയോയും കണ്ട് അങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്, നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക. പിന്നെ പരീക്ഷ ടഫാകുന്നതിനനുസരിച്ച് ടെൻഷൻ ആവണ്ടെന്നൊക്കെ ഞാൻ പറയുമ്പോൾ വീണ്ടും അതിൻ്റെ താഴെ വന്നിട്ട് സാറെന്താ അങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറയുന്നത് പറയാൻ നിൽക്കരുത്. ഞാൻ പരീക്ഷ ടഫായതിനെ പറ്റിയാണ് ഞാൻ അഡ്രസ്സ് ചെയ്തത്. പരീക്ഷ ടഫാകുമ്പോൾ നമ്മൾ ആരും ടെൻഷൻ അടിക്കേണ്ടെന്നാണ് ഞാൻ അഡ്രസ്സ് ചെയ്തത്. പരീക്ഷ നടത്തുന്ന ഏജൻസി നടത്തുന്നത് എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. അവരുടെ അടുത്ത് ഒരു പ്രശ്നവുമില്ല. അവരെല്ലാം ഒരുപാട് ഇഷ്യൂസ് നമ്മൾ തന്നെ നേരിട്ട് കണ്ടില്ലേ. പല ആൾക്കാരും നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ നേരിട്ട് വന്ന് പറയുന്നുണ്ട്, പല മൗസിൻ്റെ ഇഷ്യൂവും സെൻറ്ററിൻ്റെ ഇഷ്യൂവും അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത അവിടുത്തെ സ്റ്റാഫുകളുടെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ നമ്മളറിഞ്ഞ് അതൊക്കെ നടക്കുന്ന കാര്യം. പിന്നെ നമ്മളതിന് വേറെ ആളുടെ അടുത്ത് പോയി ചോദിക്കേണ്ട ആവശ്യം, നമുക്ക് എത്രയും വിശ്വാസം നമ്മൾ കുട്ടികളെ നമ്മളോടൊന്ന് പറയുന്നത്. അപ്പോൾ പ്രശ്നങ്ങളുണ്ട്, അത് അവർ അഡ്രസ്സ് ചെയ്ത് ശരിയാക്കിക്കോളും. അത് ശരിയാക്കുന്നുള്ള ഉറപ്പ് അവർക്ക് ഉള്ളത് കൊണ്ടാണ് ഈ പരീക്ഷയും ഈ ഓഗസ്റ്റ് മാസങ്ങളിൽ കണ്ടക്ട് ചെയ്യുന്നത്. SSC ഇന്ന് 29-ാം തീയതി ഇന്ന് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇട്ട നോട്ടീസാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കും അറിയില്ല കേട്ടോ. അതുകൊണ്ട് നാളെ ഇതെങ്ങാനും പരീക്ഷ മാറ്റി വെച്ചാൽ സാറ് ഇങ്ങായി പോയെന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് തെളി പറയുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ എപ്പോഴും SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനെ വിശ്വസിക്കുന്ന ഒരാളാണ്.
അത് നാളെ അവർ പറയുകയാണ് CGL പരീക്ഷ മാറ്റും എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ അതേപോലെ മറിച്ച് ഞാൻ ഒരു വീഡിയോ വേറെയും ചെയ്യും. അങ്ങനെ എനിക്ക് വിശ്വാസം SSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിനെയാണ്. അല്ലാതെ ബാക്കിയുള്ള അവിടെ വാട്സാപ്പിലും യൂണിവേഴ്സിറ്റിയിലും ടെലഗ്രാം വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന വീഡിയോസ് ഒന്നും വിശ്വസിക്കാൻ ഞാനില്ല. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ അങ്ങനെ ശീലിപ്പിക്കാറില്ല. നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട SSCയുടെ വെബ്സൈറ്റ് കേട്ടോ. അപ്പോൾ ഇന്ന് വരെയുള്ള കാര്യം ഞാൻ പറഞ്ഞത്, പരീക്ഷ സെലക്ഷൻ പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പരീക്ഷ 2 പരീക്ഷയും അവർ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരാനുള്ള CGL ആണ്. അപ്പോൾ അതും നമുക്ക് നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ നടത്തിയില്ല എന്നും വരാം കേട്ടോ. ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു നോട്ടീസ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ വെറുതെ തമ്മിലിട്ട് നിങ്ങളെ പറ്റിച്ച് കുറേ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിക്കോ, നന്നായിട്ട് പഠിച്ചോ. സമയം വളരെ കുറവാണ് കേട്ടോ. അത്രേ പറയാനുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.